ഹായ്. ഇപ്പം ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാൻ വന്ന കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ ഓൾറെഡി അത്യാവശ്യം ഒരു 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 ഭയങ്കര പാവപ്പെട്ടൊരു കുടുംബത്തിൽ പയ്യനാട്ടോ. ഒരു റിയൽ സ്റ്റോറി കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഈ പയ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടാണ്. അവൻ ഭയങ്കര ഒരു എന്താ പറയുക, പുള്ളി ഒരു ലോ ക്ലാസ് ആ ഒരു അങ്ങനത്തെ ഒരു ഫാമിലി കേട്ടോ. ഇവനിങ്ങനെ പുള്ളിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ പണമുള്ളവർക്കും ഇല്ലാത്തവർക്കും സ്നേഹിക്കാമല്ലോ. സ്നേഹം പൈസ ഉണ്ട സംഭവമല്ലല്ലോ. അപ്പോൾ ഈ പയ്യനൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ എന്താ പറയുക, അതായത് അപ്പോൾ ഈ പയ്യൻ സ്നേഹിക്കുന്ന പെണ്ണെന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് സാമ്പത്തികമായിട്ട് മുന്നോക്കമൊക്കെ നിൽക്കില്ലേ, അങ്ങനത്തെ ഒരു ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഏതാണ്ട് കുറച്ച് ഒരു 4-5 വർഷത്തെ പ്രണയമൊക്കെ ആയിരുന്നു. ഭയങ്കര വലിയ പ്രണയമൊക്കെ ആയിരുന്നു. നമ്മുടെ ഈ കാഞ്ചനമാല മൊയ്തീൻ ആ ഒരു ഫിലിമിലൊക്കെ ഇതുപോലെ ഭയങ്കര തിക്കായിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഈ എന്താ പറയുക, അത് കഴിഞ്ഞ് വിഷയങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഇപ്പം അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ സാമ്പത്തികമുള്ള വീട്ടിലാണെങ്കിലും ഇല്ലെങ്കിലും വിഷയങ്ങളുണ്ടാവും. അപ്പോൾ ഒരു 10 പേർക്ക് നോക്കുകയാണെങ്കിൽ ഒരു 8 പേർക്കും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇവൻ ഇതുപോലെ ഈ പയ്യൻ കല്യാണം ആയി. കല്യാണം എന്ന് വെച്ചാൽ ഒരു ചെറിയ എൻഗേജ്മെൻറ്റ് പോലത്തെ പരിപാടിയൊക്കെ വച്ചു. അങ്ങനെ ഈ പയ്യൻ നമ്മുടെ ഫ്രണ്ട് ഒരു നിരന്തരമായിട്ട് വിളിച്ചിങ്ങനെ, ഇപ്പോൾ അവളുടെ ഫാമിലിക്ക് ഓൾറെഡി ഒന്നും കുഴപ്പമില്ല, ഒന്ന് കെട്ടിച്ചു കൊടുക്കാം, ആ ഒരു രീതിയിലെത്തി കേട്ടോ. അപ്പോൾ ഈ പയ്യൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അയൽവക്കം അങ്ങനെ, പിന്നെ ഈ തൊട്ടടുത്തുള്ളൊരു സ്ഥലം, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ഉൾഗ്രാമം കേട്ടോ. നമ്മുടെ ഈ എന്താ പറയുക, ഈ പാലക്കാട് ഏരിയയൊക്കെ ഉണ്ടല്ലോ. പുള്ളിയുടെ വീട് പാലക്കാട് ഏരിയയാണ്. അപ്പോൾ ഈ പയ്യൻ ഇതുപോലെ എല്ലാം സെറ്റായി. അപ്പോൾ ഈ പയ്യൻ്റെ ഫാമിലിനെ അറിയാവുന്ന ഒരു ഫാമിലി ഫ്രണ്ടിൽ വീടിൻ്റെ അടുത്തുള്ളൊരു കാർന്നൂര്. എന്നിട്ട് ഈ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഈ പുള്ളി പറയാണ്, അങ്ങോട്ടൊന്നും കെട്ടിച്ച് വിടരുത് കേട്ടോ, കെട്ടിച്ച് വിടരുത്. ഇവൻ്റെ അതായത് ഈ ചെക്കൻ്റെ എൻ്റെ ഫ്രണ്ടാണ് പുള്ളിയുടെ അച്ഛൻ കിടപ്പിലാണ്. പിന്നെന്താ പറയുക, പുള്ളിക്ക് ഭയങ്കര മറ്റേ മാറാ രോഗങ്ങളൊക്കെ ആയിട്ട് ഫുൾ കിടക്കാണ്. കട്ടിലുമ്പോൾ തന്നെ കിടന്നുള്ള പരിപാടി ഉണ്ടല്ലോ, എണിച്ച് കിടക്കാനൊന്നും പറ്റൂല. അങ്ങനെ